അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. മോളെ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനർത്ഥമായ ഒരു മോർണിംഗ് തന്നെയാണിത്. വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം. അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജോയ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന്. അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ +2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം. അതൊരു ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ബാംഗ്ലൂരൊക്കെ വേണോ, നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ? ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരുന്നോളാം. അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പം ഞാൻ അടുത്ത് പോയി രക്ഷപ്പെട്ടു, ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാകുമെന്ന് വെച്ചു. അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു. അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുമോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക, ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമോ വന്നാൽ ഞാൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഈ അടുത്ത സമയത്ത് 2 വർഷം മുമ്പാണ് എന്നെ പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ, അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല, നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പോൾ ആശ പറഞ്ഞു, മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും, ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്.
സേതുവിനോട് പറഞ്ഞു, മനോജേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്, നല്ല പ്രൊഡക്ഷനാണ്. മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസിയായ ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ബിനു എന്ന് പറയുന്ന പുതിയൊരാളാണ്. നമുക്ക് ഈ സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ചേട്ടനൊന്ന് കഥ കേൾക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക, അവരാണ് തീരുമാനിക്കേണ്ടത്. ഫീമെയിൽ ആർട്ടിസ്റ്റാണ്, അവരുടെ എത്ര എക്സ്പീരിയൻസ്, എത്ര ക്യാരക്ടർ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വിളിച്ച് പറയുക, അവർ കഥ കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി. അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, മോൾക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉർവശിയായാലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത്. ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിലെത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത്. പക്ഷെ മോൾക്ക് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ടൈറ്റിൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് ദൈവഭാഗ്യമാണ്, എല്ലാ ഈശ്വരന്മാരുടെയും ഭാഗ്യമാണ്, അവളുടെ അപ്പൂപ്പൻ്റെ ഭാഗ്യമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ്. കെട്ടിപ്പിടിച്ചവൾ കിടന്ന് കരഞ്ഞു. ഞാനത് എനിക്കെന്തോ കാര്യമുണ്ടെന്ന് തോന്നി. അപ്പോൾ എന്താ മോൾ ഇത്രയും കരയെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ മോൾ ഇങ്ങനെ ഇമോഷണൽ ആവുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛാ, എൻ്റെ അപ്പൂപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. എപ്പോഴും എന്നെ കാണും പറയും, മോള് വലിയ നടിയാവും, മോള് ആക്ട്രസ് ആവണം, ടാലൻറ്റഡ് ആണ് എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും ബ്ലെസ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇമോഷണലായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം. എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു, എൻ്റെ അമ്മയെയും. അങ്ങനെ എല്ലാവരുടെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു, ബ്ലെസ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഉർവശിയുടെ അമ്മയും വിളിക്കണം. എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത്. എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇതിന് പണം മുടക്കുന്ന ആളെന്ന് പറഞ്ഞ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടില്ല. അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതിനേക്കാളുപരി ഈ സിനിമയെ ജീവന തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ 4 ഇരട്ടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ സംവിധായകൻ പുതിയ ആളാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഈ സിനിമ. അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ്. എന്നോട് കാണിച്ചു, ഫോട്ടോ കാണിച്ചാൽ ഞാൻ 2-3 പേരൊക്കെ വന്നു, വേറെ പല ഹീറോസിന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു, നല്ല മിടുക്കനാണ്, സ്റ്റെല്ലയ്ക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ സർജാന ഇതിലെത്തി. മറ്റു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട്, പിന്നീട് അവരറിയിക്കും. എന്താ പറയുക, സേതു എന്ന് പറയുന്നത് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം. കാരണം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇതിലുണ്ടായിരുന്നു. അത് മുഴുവൻ മാറ്റിമറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ്. സച്ചിയും സേതുവാണ് എഴുതിയത്. സേതു അന്നുമുള്ള ആത്മബന്ധമാണ്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ മല്ലു സിംഗും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു. അങ്ങനെ സേതുവായിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ്. പിന്നെ അലക്സ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ്. അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം മുതലുള്ള പരിചയമൊക്കെയാണ്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള
ഒരു ക്രൂവാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും. അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല, ഒരറിയിപ്പാണ്. എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അവൾക്ക് സാധിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് നന്ദി. കാരണം ഇവിടെ ഇന്ന് രാവിലെ ഈ മഴയത്ത് പലരും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടാണ് വന്നത്. അപ്പോൾ എന്നും എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.